ഹലോ ഹലോ ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പള്ളി പെരുന്നാളും അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ചെൽസിയുടെ വീട്ടിലാണ് നമ്മൾ കൂടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വന്നോ, നമുക്ക് കാണാം. നമ്മളെ സ്വീകരിക്കാനായിട്ട് തുറക്കല്ലടാ. പോരാൻ എനിക്ക് പേടിയാ. ഞാൻ കേറട്ടെടി, കിടക്കട്ടെ ചെക്കൊക്കെ അടക്കട്ടെ എന്നൊക്കെ ടെസ്. ഞാൻ വീട്ടിലെത്തി ഫ്രഷായി വന്നപ്പോഴേക്കും തന്നെ ഫുഡൊക്കെ ടേബിളിൽ സെറ്റായിരുന്നു. ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ച് മടുത്തിരുന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ചാടി കയറിയിരുന്നു. ഇവിടുത്തെ മീൻകറി കൂട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് ഡിഫറൻസ് തോന്നി. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനൊരു സ്റ്റൈലല്ല മീൻകറി വെക്കുന്നതെന്ന് തോന്നി. ഇനി ക്യാമറ കാണുമ്പോൾ തിരിഞ്ഞു നിന്ന ചവിട്ടും കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ ചെൽസിയുടെ വീട്ടിൽ നിന്ന് അവളുടെ കസിൻ ജെനി ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ കൊരട്ടിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളിന്ന് കൊരട്ടി പെരുന്നാൾ കൂടാനാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ജെനി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി അപ്പോൾ തന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെ പരിചയപ്പെട്ടു. പിന്നെ വീട്ടിലുണ്ടാക്കിയ അച്ചപ്പവും ഉണ്ണിയപ്പമൊക്കെ കൊണ്ടുവന്നു. ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ കുറേ കഴിച്ചായിരുന്നു. ഞാൻ രണ്ടായിരത്തിന് മൂടി വെച്ച് കൊണ്ടോട്ടി കണ്ട് തല്ലുകാരി പാത്തുമ്മാന തക്കാരം കഴിഞ്ഞപ്പോ പാത്തുമ്മ പറയാണ് തക്കാലം അങ്ങനെ അച്ചാച്ചൻ്റെ പാട്ടൊക്കെ കേട്ട് രസിച്ച് ഞങ്ങളങ്ങ് പെരുന്നാൾ കൂടാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ പള്ളിയിലെത്തിയപ്പോൾ ഇദ്ദേഹത്തെ കണ്ടായിരുന്നു. മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. പെരുന്നാൾ കൂടി തിരിച്ചു വന്നപ്പോഴേക്കും പിള്ളേർ സെറ്റെല്ലാം കൂടി ഫുഡ് കഴിക്കാനിരുന്നു. നല്ല ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് നല്ലൊരു പിടി പിടിച്ചു. പിന്നെ ഞങ്ങൾ കളിയും ചിരിയും തമാശയൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും മുതിർന്നവർ ഫുഡ് കഴിച്ചു വന്നു. എന്നിട്ട് ഞങ്ങളോടൊപ്പം കൂടി കളിയും തമാശയും പഴയ കഥകളുമായിട്ട് അന്നത്തെ ദിവസത്തേക്ക് ഞങ്ങൾ എല്ലാവരും ബൈ ബൈ പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ നടക്കാനായിട്ട് ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് പാടവും തോടും ഒക്കെ ഉണ്ടായിരുന്നു. ശബ്ദവും അതിനോടൊപ്പമുള്ള തണുപ്പും ഒക്കെ കൂടി നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു രാവിലെ തന്നെ. അമ്മേ കണ്ണി കുത്തി. നിങ്ങളിങ്ങനെയാണോന്നറിയില്ല, പക്ഷേ തൊട്ടാവാടി കണ്ടാൽ എനിക്ക് അപ്പം തൊട്ട് പാടിപ്പിക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ അന്ന് നല്ല പണി കിട്ടി. എൻ്റെ കൈ ഫുള്ള് ഉറുമ്പ് കടിച്ച് പറിച്ചു.
അടുത്ത അങ്ങനെ കൊരട്ടിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ്. ഇഫ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.